ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണ്. വാട്ടർ മെലോൺ സ്മൂത്തി ഇൻറ്റോ ജ്യൂസ് റെസിപ്പി. നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാട്ടർ മെലോൺ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ കുരുവെല്ലാം എടുത്ത് മാറ്റി കളയുക. അതിനുശേഷം ഞാൻ ഒരു മിക്സി ജാറിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വാട്ടർ മെലോൺ എടുക്കണം നിങ്ങൾ. അതിനുശേഷം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ടീസ്പൂൺ അളവ് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 കപ്പ് അളവ് തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളടുത്ത് സ്ട്രോബെറി ഉണ്ടെങ്കിൽ സ്ട്രോബെറി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് സ്ട്രോബെറി കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ സ്ട്രോബെറി ക്രഷ് 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബും ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അടിച്ചെടുത്തിട്ട് ഞാനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വാട്ടർ മെലോൺ സ്ട്രോബെറി സ്മൂത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഐസ്ക്രീം കൂടി ഞാൻ കുറച്ച് മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് എടുത്ത് വെച്ചതാണ്. അത് ഞാൻ കുറച്ച് അതിൽ ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്ന ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്തും കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വാട്ടർ മെലോൺ സ്ട്രോബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടായ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.